بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. نعم. فإن كان دليله ظنيا كان حكم الفرع كذلك. ഫൈൻകാല ദലീലുഹു, അപ്പോ ആ മഖീസലൈന്റെ ദലീല് ധന്യാണെങ്കിൽ ഫർഉം ധന്യാകുള്ളൂ. അപ്പോ ഖിയാസ് ഖത്ഇയാകലും മഖീസിന് സുബൂത്താവുന്ന ഹുക്മ് ഖത്ഇയാകലും തമ്മിൽ എന്തില്ല, മുലാസമത്തില്ല. ഖിയാസ് ഖത്ഇയാകലോട് കൂടെ തന്നെ മഖീസിന്റെ ഹുക്മ് ധന്യാവാം. ഇപ്പൊ റിബന്റെ ഹദീസ് പോലെ തന്നെ ബുർറ് റിബവിയാണ് എന്ന് സുബൂത്താവുന്നത് ആയത്ത് കൊണ്ടല്ല, മുതവാത്തിറായ ഹദീസ് കൊണ്ടുമല്ല, സഹീയായ ഖബർ വാഹിദ് കൊണ്ടാണ്. അപ്പോ ബുർറ് റിബവിയാണ് നമുക്ക് തന്നെ ഉള്ളൂ. അപ്പോ അവിടെ ഇപ്പോ എന്ത് ചെയ്യൂല, ഇത് പിന്നെ അറുസ് റിബവിയാണ് എന്നുള്ളത് അത് നമുക്ക് ഉറപ്പിട്ടൂല. രണ്ട് കാരണം കൊണ്ട് ഉറപ്പിട്ടൂല അവിടെ. ഒന്ന് എന്താണ്, ഖിയാസ് തന്നെ അവിടെ ഖത്ഇയല്ല. കാരണം ഇല്ലത്ത് എന്താണ്, കൈലാവാം, കൂത്താവാം, കൂത്തും മുദ്ദഖറാവാം, മത്ഊമാവാം. പിന്നെ എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ ആയാലും മഖീസലയിൽ ഹുക്കുമുണ്ട് എന്നുള്ളതിന്റെ ഉള്ളത് തന്നെ ഉള്ളൂ. ഔ കാനത്ത് വന്നിയതൻ, ഇനി ഇല്ലത്ത് വന്നിയായാൽ അസുലുള്ള ഹുക്കുമിന്റെ ഇല്ലത്ത് ഇന്നാലിന്ന വസ്തു ആണ് എന്ന് തന്നെയുള്ളൂ. വയം ഖുതിഅബിവുജൂദിഹി ഫിൽ ഫർഇ, തുഫാഹിനെ ബുറിനോട് ഖിയാസാക്കണോടത്തുള്ള മാതിരി തുഫാഹ് മത്ഊമാണ് എന്ന് ഉറപ്പാണ്. കാരണം അത് വായിലിട്ട് ചവച്ചരിച്ച് ഇറക്കണത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത് മത്ഊമാണെന്ന് ഉറപ്പാണ്. പക്ഷെ ത്വഅമാണ് ബുർറ് റിബവിയാകാനുള്ള കാരണം എന്ന് തന്നെയുള്ളൂ. ഇങ്ങനെ ആയാൽ ഖിയാസുൽ അദ്വൻ, എന്നാൽ അതിന് ഖിയാസുൽ അദ്വൻ എന്നാണ് പറയാ. അപ്പൊ അവിടെ ഒരു കാലുണ്ട്. ഖത്ഇയ്യുന്ന് പറഞ്ഞാണ്ട് അതിന്റെ മുഖാബലി പറയേണ്ടത് വന്നിയുൻ എന്നല്ലേ. അത് പറയാതെ ഖിയാസുൽ അദ്വൻ എന്ന് എന്തേ പറഞ്ഞത്? അത് ഏതായാലും ഇപ്പൊ അതിന്റെ മുഖാബലിയിൽ പറയുമ്പോ എന്താണ്, വന്നിയാണ് എന്നുള്ള എന്തായാലും കിട്ടും. അതിന്റെ പുറമെ സിയാദത്ത് ഫായിദ, ആ വന്നിക്ക് ഖിയാസുൽ അദ്വൻ എന്നൊരു പേരുണ്ട്. വന്നിയായ ഖിയാസിന് ഖിയാസുൽ അദ്വന് എന്നും പേരുണ്ട് എന്ന ഒരു പുതിയ ഫായിദ കിട്ടാൻ വേണ്ടിയാണ് മുസന്നിഫ് എന്ന് പറഞ്ഞതിന്റെ കൊടുത്ത് ഖിയാസുൽ അദ്വൻ എന്ന് പറഞ്ഞത്. പിന്നെ ഐഫദാലിക്കൽ ഖിയാസു വന്നിയുൻ വഹിയ ഖിയാസുൽ അദ്വൻ. ഖിയാസുൽ അദ്വൻ എന്ന് പറഞ്ഞ ആ പേരിനെ പറ്റി നമ്മൾ വിശകലനം ചെയ്താൽ എത്താപത് ഖിയാസുൽ അദ്വൻ മുദാഫ് മുദാഫിലഹി. അപ്പൊ അവിടെ ഖിയാസ് പറഞ്ഞാണ്ട് സാധനമുണ്ട്, അദ്വന് പറഞ്ഞാണ്ട് വേറെ സാധനമുണ്ട്. ഒലാമു സെയ്ദ് എന്ന് പറയുമ്പോ സെയ്ദ് പറഞ്ഞ ഒരാളുണ്ട്, ഒലാമു പറഞ്ഞിട്ട് വേറെ ആളുണ്ട് എന്നല്ലേ. എന്ന് പറഞ്ഞാൽ ഖിയാസുൽ അദ്വന് പറയുമ്പോ അദ്വന് പറഞ്ഞാണ്ട് ഒരു സാധനമുണ്ട്, ഖിയാസ് പറഞ്ഞാണ്ട് ഒരു സാധനമുണ്ട്. അങ്ങനെയാണോ? അല്ലല്ലോ. ആ ഖിയാസ് അല്ലേ അദ്വനാണത്. അപ്പോ ഖിയാസുൽ അദ്വൻ ഫൽ ഖിയാസുൽ അദ്വൻ, ഫൽ ഖിയാസുൽ അദ്വൻ, അത് അദ്വനായ ഖിയാസാണ് എന്നല്ലേ പറയേണ്ടത്. എന്തേ അവിടെ മുദാഫിലേക്ക് പറഞ്ഞു? അപ്പൊ അതിനെന്താണ് തൗജീഹ്? 3 നിലക്ക് നമുക്ക് തൗജീഹ് അറിയാം. ഒന്നോക്കൽ എന്താണ്, അത് അഅമ്മിനെ അഖസ്സിലേക്ക് ഇളാഫത്താണ്.
ബഹീമത്തുൽ അൻആം എന്നൊക്കെ പറഞ്ഞിടത്തുള്ള ഇളാഫത്തിന്റെ ബഹീമത്തുൽ അൻആം. ബഹീമത്ത് പറഞ്ഞാൽ മിണ്ടാ പ്രാണി, അനാം പറഞ്ഞാൽ ആട് മാടൊട്ടകം. ആട് മാടൊട്ടകം എന്ന് പറഞ്ഞ ഖാസാണ്, ബഹീമത്ത് എന്ന് പറഞ്ഞ ആമാണ്. ബഹീമത്തുൽ അൻആം ആമിനെ ഖാസിലേക്കുള്ള ഇളാഫത്തല്ലേ എന്ന് പറഞ്ഞാൽ അതില് ഖിയാസ് എന്ന് പറഞ്ഞ ആമാണ്, അതുവനായ ഖിയാസ് എന്ന് പറഞ്ഞത് ഖാസാണ്. അപ്പോ ആമിനെ ഖാസിലേക്കുള്ള ഇളാഫത്ത്. അല്ലെങ്കിൽ നമുക്ക് എന്തു പറയാം, അത് പെട്ടതാണ്. സിഫത്തിനെ മൗസൂഫിലേക്ക് പിന്നെ മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. മൗസൂഫിനെ സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്തു. ഏതുപോലെ മസ്ജിദുൽ ജാമിഅ എന്ന് പറഞ്ഞിടത്തുള്ള മാതിരി. മസ്ജിദുൽ ജാമിഅ, മസ്ജിദ് പറഞ്ഞ മൗസൂഫാണ്, ജാമിഅ പറഞ്ഞ സിഫത്താണ്. എന്താ പറയുക, ഹബ്ബത്തുൽ ഹംഖ, ഹബ്ബത്തുൽ ഹംഖ, ഹബ്ബത്ത് ഹംഖ ഹബ്ബത്ത് തന്നെയാണല്ലോ. ഹബ്ബത്തുൽ ഹംഖ പറഞ്ഞ ചെടിയാണ്. ആ ചെടി എപ്പോ മുളച്ചാലും അത് ഒരു വെള്ളച്ചാലിന്റെ പക്കത്തെ മുളക്കുള്ളൂ. അതിലെന്ത് ചെയ്യും, വരകളാണ്ട് വരും, എന്നിട്ട് അതിനാണ്ട് കൊണ്ടുപോകും ഒരു പോക്ക്. അപ്പൊ അതിന്റെ വിഡ്ഢിത്തരം കൊണ്ട് അത് അവിടെ മുളക്കുള്ളൂ. അതുകൊണ്ട് അറബികൾ അതിന് ഹബ്ബത്തുൽ ഹംഖാന്ന് എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ജാമിഅ. പിന്നെ അങ്ങനെ ഖിയാസുൽ അദ്വാൻ എന്ന് പറഞ്ഞത് അത് പിന്നെ മൗസൂഫിനെ സിഫത്തിലേക്കുള്ള ഇളാഫത്താണ്. മസ്ജിദുൽ ജാമിഅ പോലെ, ഹബ്ബത്തുൽ ഹംഖ പോലെ. പിന്നെ അപ്പോ അവിടെ അങ്ങനെ വരുമ്പോ അത് മഖീസും മുദാഫും മുദാഫിലേയും അനീലൊത്തിയിലെ. അപ്പൊ എങ്ങനെ അവിടെ രണ്ടും രണ്ടാക്കല് അതിന് പറഞ്ഞല്ലോ. അവിടെ എന്ത് ചെയ്യും, നമ്മള് ഒരു മൗസൂഫിനെ അവിടെ സങ്കല്പിക്കും, എന്നിട്ട് ഈ മുദാഫിലേനെ അതിനെ സിഫത്താക്കും. അപ്പൊ മസ്ജിദുൽ ജാമിഅ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ മക്കാനിൽ ജാമിഅ. മനുഷ്യന്മാരൊരുമിച്ച് കൂടുന്നിടത്ത്, ജുമാക്ക് ഒരുമിച്ച് കൂടുന്നിടത്തുള്ള പള്ളി, ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തുള്ള പള്ളി. നേരായി ഹബ്ബത്തുൽ ഹംഖ പറഞ്ഞ ഹബ്ബത്തുൽ ബഖലത്തിൽ ഹംഖ, ഹംഖ ആയ ചെടിയുടെ ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ഖിയാസുൽ അദ്വൻ പറഞ്ഞ ഖിയാസുൽ ഹുക്മിൽ അദ്വൻ, അതുവനായ ഹുക്കുമിന്റെ ഖിയാസ്. അതുവനായ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ആ ഹുക്കുമ് സുബൂത്താകല്, മഖീസലിന്റെ ഹുക്കുമ് സുബൂത്താകലുള്ള ചെറുത്തി നോക്കിയിട്ട് അതുവനാണ്. അങ്ങനത്തെ ഹുക്കുമിന്റെ ഖിയാസ് നമുക്കെന്ത് ചെയ്യാം, ആമിനെ ഖാസിലേക്കുള്ള ഇളാഫത്ത് ബഹീമത്തുൽ അൻആം പോലെ. അല്ലെങ്കിൽ സിഫത്തിനെ മൗസൂഫിനെ സിഫത്തിലേക്കുള്ള ഇളാഫത്ത് മസ്ജിദുൽ ജാമിഅ പോലെ, ഹബ്ബത്തുൽ ഹംഖ പോലെ. അതിന് അവിടെ പറഞ്ഞ തെവീല്, അവിടെ നെഹ്വിന്റെ കിതാബിലൊക്കെ പറഞ്ഞ തെവീൽ ഇങ്ങനെയാണ്. അവിടെ എന്ത് ചെയ്യുക, ഒരു മുദാഫിലിനെ സങ്കല്പിക്കുക, എന്നിട്ട് ഈ മുദാഫിലെ അതിന്റെ സിഫത്താക്കുക. അപ്പൊ മസ്ജിദുൽ ജാമിഅ പറഞ്ഞാൽ മസ്ജിദുൽ മക്കാനിൽ ജാമിഅ, ഹബ്ബത്തുൽ ബഖലത്തിൽ ഹംഖ എന്ന് പറഞ്ഞാൽ ഖിയാസുൽ അദ്വൻ പറഞ്ഞാൽ ഖിയാസുൽ ഹുക്മിൽ അദ്വൻ. أي فذلك القياس ظني وهو قياس الأدون كالتفاح على البر بجامع الطعم. كالتفاح തുഫാഹിനെ ഖിയാസാക്കും പോലെ ബുറിന്റെ മേൽ ഈ ബാബിൽ റിബ, റിബന്റെ ബാബില്. അപ്പോ രിബവി ആവുന്ന വിഷയത്തില് ബുറിന്റെ മേലില് തുഫാഹിനെ ഖിയാസാക്ക ബിജാമിഅ ത്വമി. അത് എന്ത് ഖിയാസാണ്, വന്നിയായ ഖിയാസാണ്. കാരണം ത്വമ് തുഫാഹിലുണ്ട് എന്ന് ഉറപ്പാണെങ്കിലും ത്വമാണ് ബുറ് രിബവി ആകാനുള്ള ഇല്ലത്ത് എന്ന് തന്നെ ഉള്ളൂ. فإنه العلة عندنا في الأصل
ത്വയമാണ് ഞമ്മളടുക്കല് ഷാഫി മദ്ഹബില് ത്വയമാണ് ഏത് അസുലുള്ള ഇല്ലത്ത്. ബുറ് റിബവി ഭക്ഷണ വസ്തു ആയതിനു വേണ്ടിയാണ്. അപ്പൊ എല്ലാ ഭക്ഷണ വസ്തുവും അത് അളക്കപ്പെടുന്നതാണെങ്കിലും തൂക്കപ്പെടുന്നതാണെങ്കിലും എണ്ണപ്പെടുന്നതാണെങ്കിലും എന്താണെങ്കിലും അതൊക്കെ റിബവി തന്നെ. ويحتمل ما قيل أنها القوت أو الكيل. ويحتمل ما قيل ഉണ്ടോ, പറയപ്പെട്ടതിനും സാധ്യത ഉണ്ട്. എന്താ പറയപ്പെട്ടത്? അന്നഹൽ കൂത്ത്, അന്നഹൽ കൂത്തു ഇല്ലത്ത് കൂത്താണ് എന്ന്, അല്ലെങ്കിൽ ഇല്ലത്ത് കയ്യിലാണ് എന്ന്. അതാണ് മാഖീല. ആ മാഖീല് മുഹ്തമിലാണ്. അപ്പൊ യഹ്തമിലു മാഖീല അന്നഹ, അവിടെ ഇന്നഹ എന്നല്ല വായിച്ച, കാരണം അത് കൗലിന്റെ മഖൂലല്ല. പിന്നെ അതൊന്നിരിക്കൽ മാ നിറഞ്ഞിരുന്ന ബദലാണ്. യഹ്തമിലു മാഖീല അന്നഹ, മാഖീലിന്ന് ബദലാണ്. അല്ലെങ്കിൽ അത് ഒരു കളയപ്പെട്ട ബയാനിയായ മിന്നിന്റെ മജ്റൂറാണ്. അപ്പൊ യഹ്തമിലു മാ ഖീല മിൻ അന്നഹൽ ഖൂതു. മാ ഖീല ഏതാണ്? മിൻ അന്നഹൽ ഖൂതു. അപ്പൊ കാലന്റെ അതിന്റെ മുത്തസരിഫാത്തിന്റെ അടിയിൽ വന്നതിന് മുഴുവൻ ഇന്നാന്ന് ഹംസക്ക് കസ്റ് കൊണ്ട് വായിക്കാന്ന് മനസ്സിലാക്കരുത്. അത് ഈ മഖൂലിന്റെ കൗലിന്റെ മഖൂലാകുന്നു കൊടുക്കണം. ഇവിടെ അങ്ങനെ മഖൂലാക്കാൻ പറ്റൂല. മഖൂലാക്കിയ എങ്ങനെ വരിക? യഹ്തമിലു മാ ഖീല, പറയപ്പെട്ടത്, അന്നഹൽ കൂത്തു കൂത്താണ് എന്ന് പറയപ്പെട്ടത് ഇഹ്തിമാലാവുന്നാവും. അങ്ങനല്ല, മാ ഖീല ഇഹ്തിമാലാവും. അഥവാ അന്നഹൽ കൂത്തു, അതാണ് കൂത്ത്, ഇല്ലത്ത് കൂത്താണ് എന്നുള്ളത് ഇഹ്തിമാലാവും. അല്ലെങ്കിൽ ആ മാ ഖീല എന്തിനാൽ മിൻ അന്നഹൽ കൂത്തു. വലൈസ ഫി തുഫാഹി ഇല്ല ത്വഅമു, തുഫാഹിലാണെങ്കിൽ ത്വഅമല്ലാതില്ല. ഫതുബൂത്തുൽ ഹുക്മി ഫീഹി അദ്വനു മിൻ സുബൂതിഹി ഫിൽ ബുരി. അപ്പൊ ഹുക്മ് ഏത്? റിബ സുബൂത്താകല്, തുഫാഹില് സുബൂത്താകല് ദൂന മിൻ സുബൂതിഹി ഫിൽ ബുരി. അദ്വനു മിൻ സുബൂതിഹി ഫിൽ ബുരി. അദ്വനാണ് അതിനേക്കാൾ മിൻ സുബൂതിഹി ഫിൽ ബുരി, ബുറില് റിബ സുബൂത്താവുന്നതിനേക്കാൾ. അൽ മുഷ്തമിലി അലൽ ഔസാഫി സലാസ. എങ്ങനെയുള്ള ബുറില് മൂന്നുണ്ട്: ത്വഅമുണ്ട്, കൈലുണ്ട്, കൂത്തുണ്ട്. അദ്വനിയ്യത്തുൽ ഖിയാസ് മിൻ ഹൈസുൽ ഹുക്മു. അപ്പൊ ഒരു ഖിയാസ് അദ്വനായ ഖിയാസാണ് എന്ന് പറഞ്ഞാൽ അത് മിൻ ഹൈസുൽ ഹുക്മു, ഹുക്മിന്റെ ഭാഗത്ത് കൂടെയാണ് അദ്വനാകല്. ലാ മിൻ ഹൈസുൽ ഇല്ലത്തു, ഇല്ലത്തിന്റെ ഭാഗത്ത് കൂടല്ല. കാരണം ഇല്ലത്ത് പൂർണ്ണമായും ഉണ്ടാകല് ഖിയാസ് സഹിയാകാൻ തന്നെ ഷർത്താണ്. സഹിയായ ഖിയാസിൽപ്പെട്ട ഒരു ഖിയാസാണല്ലോ അദ്വനായ ഖിയാസ്. ഖിയാസ് സഹിയാവാൻ എന്ത് ഷർത്താണ്? ഇല്ലത്ത് പൂർണ്ണമായും മഖീസിലുണ്ടാവല് ഷർത്താണ്. അപ്പോ ത്വഅമ് എവിടെയുള്ള മാതിരി മറ്റോടത്ത് ഉള്ള മാതിരി അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് എവിടെ വേണം? തുഫാഹില് വേണം. പിന്നെ അപ്പോ ഇല്ലത്തിന്റെ ഭാഗത്ത് കൂടെ അല്ല അദ്വനാണ്, പിന്നെ ഹുക്കുമിന്റെ ഭാഗത്ത് കൂടെയാണ് എന്ന് പറഞ്ഞാല് ത്വഅമ് മറ്റോടത്തുള്ള മാതിരി എവിടെയുണ്ട്? ബുറിലുള്ള മാതിരി തന്നെ ഒരു കുറവില്ലാതെ ഉണ്ട്. പക്ഷേ ബുറ് റിബവിയായി വെച്ചിട്ട് തുഫാഹി റിബവി ആയിക്കൊള്ളണമെന്നില്ല. കാരണം അതിന് 3 വസ്ഫുണ്ട്. അതിൽപ്പെട്ട ത്വഅമ് പറഞ്ഞ വസ്ഫ് ഇല്ലത്താണ് എന്ന് വെച്ചാലേ തുഫാഹില് റിബവിയത്ത് ഉണ്ടാവുള്ളൂ. അദ്വനിയ്യത്തുൽ ഖിയാസി മിൻ ഹൈസുൽ ഹുക്മു. അദ്വനിയ്യത്ത് പറഞ്ഞ മുബ്തദയാണ്, മിൻ ഹൈസു പറഞ്ഞ ഖബറാണ്. അപ്പൊ അദ്വനിയ്യത്തുൽ ഖിയാസ് മിൻ ഹൈസുൽ ഖിയാസിന്റെ അദ്വനിയ്യത്താകുന്നത് മിൻ ഹൈസുൽ ഹുക്മു, ഹുക്മിന്റെ ഭാഗത്ത് കൂടെയാണ്. ലാ മിൻ ഹൈസുൽ ഇല്ലത്തു, ഇല്ലത്തിന്റെ ഭാഗത്ത് കൂടല്ല. ഇത് ലാ ബുദ്ദ മിൻ തമാമിഹാ കമാ തഖദ്ദം.
ഇതിലാ ബുദ്ധമിൻ തമാമിഹ, കാരണം ഇല്ലത്ത് പരിപൂർണമായും ഫറഇൽ വേണം. കമാ തഖദ്ദമ വല്ലവ്വലു അയൽ ഖത്ഇയ്യു യശ്മലു ഖിയാസൽ ഔലാ വൽ മുസാവി. നാം യശ്മലു ഖിയാസൽ ഔലാ, ഖത്ഇയായ ഖിയാസ് എന്ന് പറഞ്ഞാൽ ഖിയാസുൽ ഔലിയും പെടും, ഖിയാസുൽ മുസാവിയും പെടും. ഖിയാസുൽ ഔല പിന്നെ വെറുബിനെ തൗഫീഫിനോട് ഖിയാസിനോടുത്തുള്ള അതില്, മുസാവി നബീദിനെ ഹംറിനോട് ഖിയാസാക്കിനോടുത്തുള്ള മാതിരി. അപ്പോ ഖിയാസ് വല്ലവ്വലു അയൽ ഖത്ഇയ്യു യശ്മലു ഖിയാസൽ ഔല. ഞാൻ അവിടെയും വരും നമ്മൾ പറഞ്ഞ തൗജീഹുകളൊക്കെ. ഖിയാസുൽ ഔല എന്ന് പറഞ്ഞ് അത് എന്താണ്? ഖാസുന ഏത് ആമിനെ എങ്കിൽ വസ്ഫിനെ മൗസുനെ സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അല്ലെങ്കിൽ അതിന്റെ തഖദീർ ഇങ്ങനെയാണ്: ഖിയാസുൽ ഔല ഖിയാസുൽ ഹുക്മിൽ ഔല, ഖിയാസുൽ ഹുക്മിൽ മുസാവി. أي ما يكون ثبوت الحكم فيه في الفرع أولى منه بالأصل أو مساويا كقياس ضرب الوالدين على التخفيف لهما، وقياس إحراق مال اليتيم على أكله في التحريم فيهما. وتقبل المعارضة فيه أي في الفرع بمقتض نقيض أو ضد لا خلاف الحكم. نعم. പിന്നെ ഫറഇല് മുആറള, ദലീല് മൻഅ് നഖ്ള് മുആറള ഒക്കെ നമുക്ക് അറിയണാണ്. ദലീല് മൻഅ് എന്ന് പറഞ്ഞാല് എന്താണ്? ദലീലിന്റെ ഒരു മുഅയ്യനായ മുഖദ്ദിമ ഞാൻ സമ്മതിക്കൂല, അതിന് ദലീല് വേണം. അപ്പോ എന്ത് പറഞ്ഞു മോനെ? പിന്നെ ആലം ഹാദിസാന്ന് വാദിച്ചു, അതിന് ദലീല് നിർത്തി. എന്താ ദലീൽ നിർത്തിയത്? ആലം മുതഗയ്യിറാണ്, കുല്ലു മുതഗയ്യിറിൻ ഹാദിസ്. അപ്പോ എതിരാളി പറഞ്ഞു ലാ ഉസല്ലിം അന്നൽ ആലമു മുതഗയ്യിർ, അല്ലെങ്കിൽ അവൻ പറഞ്ഞു ലാ ഉസല്ലിം അന്ന കുല്ല മുതഗയ്യിറിൻ ഹാദിസ്. അതാണ് ഇത് എന്ന് പറഞ്ഞാല് മൻഅ് എന്ന് പറഞ്ഞാല്. ദലീലില് മൻഅ് എന്ന് പറഞ്ഞാൽ ദലീലിന്റെ മുഅയ്യനായ മുഖദ്ദിമകളിൽ നിന്ന് ഒരു മുഅയ്യനായ മുഖദ്ദിമക്ക് ദലീല് ചോദിക്കുക. ദലീലില് നഖ്ദ് എന്ന് പറഞ്ഞാൽ ദലീലിനെ ബാത്തിലാക്കുക. എങ്ങനെ ബാത്തിലാക്കുക? ഒന്നിരിക്കൽ ഈ ദലീല് മുഹാലിനെ ലാസിമാക്കുന്ന ദലീലാണ്, അതുകൊണ്ട് അത് ബാത്തിലാണ്. അല്ലെങ്കിൽ ഈ ദലീല് ഇന്നാൽ ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നതിനോട് കൂടെ അവിടെ നീ ഈ ഹുക്കുമിനെ സുബൂത്താക്കുന്നില്ല, അതുകൊണ്ട് ഈ ദലീല് ശരിയല്ല, ദലീലിനെ വടക്ക. പിന്നെ മുആറള എന്ന് പറഞ്ഞാല് മുസ്തദില് എന്തിനാണോ ദലീൽ നിർത്തിയത് അതിന്റെ നഖീദ് അല്ലെങ്കിൽ അതിന്റെ വിദ് സുബൂത്താക്കുന്ന ദലീല് നിർത്തുക. എന്റെ ദലീൽ എന്റെ വാദം സുബൂത്താക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കൽ എന്താണ്? അതിന്റെ നഖീദിനെ സുബൂത്താക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വിദിനെ സുബൂത്താക്കുന്ന ഒരു ദലീലുണ്ട്, ആ ദലീൽ ഇന്നതാണ്. ഇതിനാണ് മുആറള. അതുപോലെ നഖ്ദ്, മുആറള എന്നൊക്കെ പറഞ്ഞാല് കുറഞ്ഞ വ്യത്യാസമുണ്ട്. അപ്പോ ഇവിടെ ഖിയാസുൽ മൻഅ് എന്ന് പറഞ്ഞാൽ ഒന്നിരിക്കൽ എന്താണ്? മഖീസിൽ ഹുക്കുമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കൂല, മഖീസ് അലയിൽ ഹുക്കുമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ മഖീസ് അലയിന്റെ ഹുക്കുമ് ഖിയാസ് നടക്കുന്ന വിഷയമാണ് എന്ന് ഞാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ ആ മഖീസ് അലയിന്റെ ഹുക്കുമ് മുഅജ്ജലാണ്, ഇല്ലത്തറിയപ്പെട്ടതാണ് എന്ന് ഞാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ അതിലെ ഇല്ലത്ത് ഇജ്ജ് പറഞ്ഞതാണ് എന്ന് ഞാൻ സമ്മതിക്കൂല. അല്ലെങ്കിൽ പറഞ്ഞ ഇല്ലത്ത് ഫറഇലുണ്ട് എന്ന് ഞാൻ സമ്മതിക്കൂല എന്നൊക്കെ പറയുന്നതിനാണ് എന്താണ് ഖിയാസുൽ മൻഅ് എന്ന് പറഞ്ഞ. ഖിയാസുൽ നഖ്ദ് എന്ന് പറഞ്ഞാൽ
നിന്റെ ദലീല് നിന്റെ വസുഫ് ഇന്നാലിന്ന സ്ഥലത്തുണ്ട് എന്നതിനോട് കൂടെ അവിടെ ഹുക്കുമില്ല. അതുകൊണ്ട് എന്റെ വസുഫ് ഇല്ലത്താകാൻ പറ്റൂല. ഒരാളെ അടിമ പെണ്ണ് കെട്ടിയ ആ കുട്ടി എന്താണ്, അത് പിന്നെ അടിമയാണ്. കുട്ടി അടിമ. ഖിയാസ് ഹസ്മു അടിമാകൽ കുട്ടി അടിമ കാരണമാണ് എന്ന് അത് ഞാൻ സമ്മതിക്കൂല. കാരണം തള്ള അടിമാകലോട് കൂട്ട കുട്ടി അടിമാകാത്ത സൂറത്തുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണം, ഒരു ചങ്ങായൻ എന്ത് ചെയ്തു, പറ്റിച്ചു, സ്വതന്ത്ര സ്ത്രീയാണ് എന്ന് പറഞ്ഞാണ്ട് അടിമ സ്ത്രീനെ കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ പറഞ്ഞാൽ ആ അടിമ പെണ്ണിന്റെ കുട്ടീൻ്റെ ആയാൽ ആ കുട്ടി സ്വതന്ത്രനാണ്. ആ അടിമന്റെ സയ്യിദിന്റെ അടിമക്കുട്ടിയല്ല. അപ്പൊ അവിടെ എന്താണ്, തള്ള അടിമയാണ് എന്നതിനോട് കൂടെ കുട്ടി അടിമയില്ല. അപ്പോ എന്റെ വസ്ഫയില്ലത്തല്ല. അതാണ് നഖബ്. നഖബ് എന്ന് പറഞ്ഞാല് ഖിയാസില് നഖബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ, വസ്ഫിനെ തൊട്ട് ഹുക്കുമ് ബിന്ദാൻ, അതിനാണ് നഖബ് പറഞ്ഞത്. മുആറള എന്ന് പറഞ്ഞാൽ എന്താണ്? ഖിയാസിൽ മുആറള എന്ന് പറഞ്ഞാല് എതിരാളി പറയാ, ഈ പറഞ്ഞ വസ്ഫ് ശരി, ഈ പറഞ്ഞ വസ്ഫ് എന്റെ ഹുക്കുമ്, ഈ പറഞ്ഞ ഹുക്കുമ് മഖീസിനുണ്ട് എന്നതിന്റെ മേലിൽ അറിയിക്കുന്നു, ശരിയന്നെ. എന്നാൽ എന്റെ അടുക്കൽ മഖീസിൽ വേറൊരു വസ്ഫുണ്ട്. ആ വസ്ഫ് എന്താണ്? നീ പറഞ്ഞ ഹുക്കുമിന്റെ എതിര് തുബൂത്താക്കുന്നതാണ്. ഇപ്പൊ തലാട ഗുണേനെ പറ്റി, തലാട വല്ല തസ്രീത്ത് സുന്നത്തുണ്ടോ ഇല്ലേന്ന് പിന്നെ നമ്മള് പറഞ്ഞ്, ഷാഫിയാള് പറഞ്ഞ് എന്ത്, തല തടവുക എന്ന് പറയുന്നത് വുദൂയിലെ ഒരു റുക്കിനാണ്. ഏതുപോലെ? മുഖം കഴുകല് പോലെ. അപ്പൊ മുഖം കഴുകലിൽ തസ്രീത്ത് സുന്നത്തുള്ളത് പോലെ തല തടന്നുന്നതിൽ തസ്രീത്ത് സുന്നത്താവണം എന്ന്. അപ്പൊ അവിടെ ഹനഫി നമ്മളോട് പറഞ്ഞു എന്ത്, മസഹുർ റൗസില് റുക്കിനാണ് എന്നുള്ള, വുദൂവിന്റെ റുക്കിനാണ് എന്നുള്ള ഒരു വസ്ഫുണ്ടെങ്കിൽ ആ വസ്ഫ് എന്റെ വാദം അഥവാ തസ്രീത്ത് സുന്നത്താണ് എന്ന് സുബൂത്താക്കുന്നുവെങ്കിൽ മസഹുർ റൗസില് മസഹാണ് എന്നുള്ള ഒരു വസ്ഫുണ്ടല്ലോ, മസഹാണ്, അതൊരു തടവലാണ്. അപ്പൊ അതിൽ തസ്രീത്ത് സുന്നത്തില്ല എന്ന് വരും. കാരണം ഹുഫ തടവൽ ഒരു തടവലാണ്. ഹുഫനെ തടവിനോടുത്ത് തസ്രീത്ത് സുന്നത്തില്ല എന്ന് എല്ലാവരും സമ്മതിച്ചല്ലേ. അപ്പൊ അത് ഹുഫനെ തടവൽ മസഹായതുപോലെ തലനെ തടവുന്നത് ഒരു മസഹാണല്ലോ. മസഹാണ് എന്നുള്ള ഒരു വസ്ഫുണ്ട്. ആ വസ്ഫ് എന്തിനെ തേടുന്നതാണ്? തസ്രീത്ത് സുന്നത്തില്ലാതെ തന്നെ തേടുന്നതാണ്. അപ്പൊ മുസ്തദില്ല് എന്ത് ചെയ്തു? ഫറയിൽ ഒരു വസ്ഫിനെ സുബൂത്താക്കി. ആ വസ്ഫ് മുഖേന ഓനെന്ത് ചെയ്തു? ഈ ഫറയിനെ മുഖം കഴുകലിനോട് തശ്ബിഹ പിന്നെ ഖിയാസാക്കി. എന്നിട്ട് അതുപോലെ അപ്പൊ ഇവൻ ചെയ്തു വേറൊരു ഒരു വസ്ഫിനെ ഒഴിവാക്കി. ഏതാ? മസഹുർ റഅസ് മസഹാണ്. അപ്പൊ അത് ഏത്? തസ്രീത്ത് സുന്നത്തില്ലാതെക്കണം. ഏതുപോലെ? ഹുഫനെ തടവുന്നതിൽ തസ്രീത്തില്ല സുന്നത്തില്ലാത്തതുപോലെ. അതാണ് ഇപ്പൊ മുആറള. അപ്പൊ ഫറയിലുള്ള മുആറള ഇതിന്റെ ആസിൽ ഇപ്പൊ അതാണ്. മുസ്തദില്ലിന്റെ വസ്ഫ് ഏതൊരു ഹുക്കുമിനെയാണോ സുബൂത്താക്കുന്നത് ആ ഹുക്കുമിന്റെ വിദ് അല്ലെങ്കിൽ ആ ഹുക്കുമിന്റെ നഖീവ് പിന്നെ തേടുന്നതായിരിക്കുന്ന ഒരു വസ്ഫിനെ ഒഴിവാക്കുക. وتقبل المعارضة فيه أي في الفرع بمقتضى النقيض أو ضد لا خلاف الحكم. بمقتضى أي بوصف يقتضي نقيض الحكم أو ضد الحكم لا خلاف الحكم. ഹുക്കുമിന്റെ ഖിലാഫായ, ഹുക്കുമിനോട് മുഗായിറായ വേറൊരു ഹുക്കുമിനെ തേടുന്നതായിരിക്കുന്ന വസ്തു കൊണ്ടല്ല.
വിദിനെ തേടുന്ന അല്ലെങ്കിൽ നഖീദിനെ തേടുന്നതായിരിക്കുന്ന വസ്ഫ് കൊണ്ട് മുആറള മഖബൂലാണ്. മുഖ്തദിൻ നഖീദ, നഖീദ എന്ന് പറഞ്ഞാൽ മുഖ്തദി എന്ന് പറഞ്ഞതിന്റെ മഫ്ഊല് ബിഹിയാണ്. മുഖ്തദി എന്ന് പറഞ്ഞത് ഇസ്മു ഫായിലാണ്. ഇസ്മു ഫായില് ഫിഅ്ലു പോലെ അമൽ ചെയ്യും രണ്ട് ഷർത്തോട് കൂടെ. ഒന്ന് മാദിന്റെ മഅനാക്കാകാതെക്കണം. രണ്ടാമത്തത് ഒരു ഖബർ മുബ്തദിനോടോ ഒരു മുസ്നദിനോടോ അല്ലെങ്കിൽ ഒരു മൗസൂഫിനോടോ സാഹിബ് ഹലിനോടോ ഒക്കെ ചാരണം കൊള്ളണം. ഈ രണ്ട് ഷർത്ത് ഉണ്ടായാല് ഇസ്മു ഫായില് ഫിഅ്ലു പോലെ അമൽ ചെയ്യും. ഇവിടെ അത് എന്തിനോട് ചാരണം കൊണ്ടതാണ്? ഒരു മൗസൂഫിനോട് ചാരണം കൊണ്ടത്. അപ്പൊ മുഖ്തദി എന്ന് പറഞ്ഞാൽ ബിവസ്ഫിൻ മുഖ്തദിൻ. നഖീദ എന്ന് പറഞ്ഞാൽ അതിന്റെ മഫ്ഊൽ ബിഹിയാണ്. അതിന്റെ ഫായില് അതിൽ മറഞ്ഞ ദമീറാണ്. ബിമുഖ്തദിൻ ഐ ബിമുഖ്തദിൻ ഹുവ നഖീദ ഔ ളിദ്ദ ലാ ഖിലാഫൽ ഹുക്മി. അതെല്ലാം എന്തില്ലാതെ തൻവീനില്ലാതെ വായിക്കണം. നഖീദാന്നും ളിദ്ദാന്നും ഖിലാഫ എന്നുള്ളതൊക്കെ അത് ഇതില്ലാതെ വായിക്കണം. കാരണം അതൊക്കെ എന്താണ് അവിടെ മുളാഫ് ഇലൈഹി തഖ്ദീറിലുണ്ട്. ബിമുഖ്തദിൻ നഖീദൽ ഹുക്മി ഔ ളിദ്ദൽ ഹുക്മി ലാ ഖിലാഫൽ ഹുക്മി. അതിപ്പോ ഏതുപോലെയാണ്? അറബിയാളെ വാക്ക് പോലെ ഖതഅ അല്ലാഹു യദ വരിജ്ല മൻ ഖാലഹാ. തഖ്ദീർ അല്ലാഹു യദ മൻ ഖാലഹാ വരിജ്ല മൻ ഖാലഹാ. പിന്നെ ഒന്നാമത്തേന്ന് മുദാഫിലിനെ കളഞ്ഞു, രണ്ടാമത്തേലുള്ള മുദാഫിലേക്ക് എന്റെ മേൽ അറിയിച്ചതിന് വേണ്ടി. ചില ആളുകൾ അങ്ങനെ പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു രണ്ടാമത്തേലെ മുദാഫിലിനെ കളഞ്ഞത്. അപ്പൊ ഖതഅല്ലാഹു യദ മൻ ഖാലഹാ വരിജ്ല എന്നായി. പിന്നെ രണ്ടാമത്തെ മുദാഫിനെ ഒന്നാമത്തെ മുദാഫിലിന്റെ അടിയിലാണ്ട് തിരികെ കയറ്റി. അങ്ങനെ പറഞ്ഞു ചിലവര് പറഞ്ഞ് രണ്ടും ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അപ്പോ ഓര് പറഞ്ഞനുസരിച്ച് നഖീദ് ളിദ് ഖിലാഫ് ഒക്കെ ഹുക്കുമിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. ഏതായാലും അങ്ങനെ പറയലുണ്ട്. അതിൽപ്പെട്ടാണ് ലാ ഖിലാഫൽ ഹുക്മി അലൽ മുഖ്താർ വഖീല ലാ തുഖ്ബൽ. ഖീല ലാ തുഖ്ബലു ഐ മുആറള മഖ്ബൂലല്ല. وإلا لانقلب منصب المناظرة إذ يصير المعترض مستدلا وبالعكس وذلك خروج عما قصد من معرفة صحة نظر المستدل في دليله إلى غيره. ഒരു പറയാണ് ഈ മുആറള എന്നെങ്ങാനും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുനാവറയിലുള്ളതായിരിക്കുന്ന സ്ഥാനം ചേഞ്ചാവും, വ്യത്യാസപ്പെടും. കാരണം മുആറള ചെയ്തു കഴിഞ്ഞാല് സായില് എന്തായി? മുസ്തദില്ല. സായില് മുസ്തദില്ലാവുമ്പോ മുസ്തദില് സായിലായി. മുസ്തദില് അവന്റെ മുആറളക്ക് എത്തറാദ്വൈറ്റ് വരും. അപ്പോ അത് എന്ത് ചെയ്തു? മുനാവറന്റെ ഉദ്ദേശം തകിടം മറച്ചു. എന്താണ് മുനാവറന്റെ ഉദ്ദേശം? മുസ്തദിലിന്റെ ചിന്ത ശരിയാണോ അല്ലേ എന്നറിയല. ഇപ്പൊ എന്ത് ചെയ്തു? മുസ്തദിലിന്റെ ചിന്ത ശരിയാണോ എന്ന് അറിയിക്കാൻ വേണ്ടി സങ്കല്പിച്ച മുനാവറ അത് സായിന്റെ ചിന്ത ശരിയാണോ എന്ന് വിശകലനം ചെയ്യാനുള്ള മുനാവറായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കൂല. അപ്പൊ ഏതായാലും പിന്നെ ഹുക്കുമിന്റെ ഖിലാഫിനെ തേടുന്ന വസ്തു കൊണ്ട് മുആറള സ്വീകരിക്കൂല, ഇത്തിഫാഖൻ സ്വീകരിക്കൂല. എന്നാല് പിന്നെ ഹുക്കുമിന്റെ മുസ്തദില് സുബൂത്താക്കാൻ ഉദ്ദേശിക്കുന്ന ഹുക്കുമിന്റെ നഖീദ് അല്ലെങ്കിൽ അതിന്റെ വിദിനെ തേടുന്ന വസ്തു കൊണ്ട് മുആറള ഇതാ സ്വീകരിക്കൂല്ലേ? മുഅ്തമദ് സ്വീകരിക്കുമെന്നാണ്. മുഅ്തമദിന്റെ എതിര് സ്വീകരിക്കൂല എന്നാണ്. സ്വീകരിക്കൂല എന്നോടുള്ള ന്യായം, അതെങ്ങാനും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ മുനാവറയിൽ സ്ഥാനമാറ്റങ്ങൾ സംഭവിക്കും.
മുഅ്തരിദ് എന്തായി തീർന്നു? മുസ്തദില്ലായി തീർന്നു. മുസ്തദില് മുഅ്തരിദായി തീർന്നു. അങ്ങനെ പിന്നെ സ്ഥാനം ചേഞ്ച് ആകുക എന്നുള്ളത് അത് പിന്നെ മുനാവറ എന്തിനു വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടതാണോ ആ ഉദ്ദേശത്തിൽ നിന്ന് പുറപ്പെടലായി. എന്തിനാണ് മുനാവറ സംഘടിപ്പിച്ചിരുന്നത്? മുസ്തദിലിന്റെ ചിന്ത സഹിയാണോ അല്ലേ എന്നറിയലായിരുന്നു. ഇപ്പൊ ഇവിടെ സാഹിലിന്റെ ചിന്ത ശരിയാണോ അല്ലേ എന്നറിയലായി. പിന്നെ അവിടെ നിന്നാട്ടോ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി